നമുക്ക് ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നാം, അല്ലേ? സ്വാഭാവികം. അതിപ്പോൾ എല്ലാവർക്കും തോന്നുന്നതാണ്. അവനവന് ഇഷ്ടപ്പെട്ട ആളുകളോട് ഒരു പ്രത്യേക ഒരു സ്നേഹമൊക്കെ തോന്നും. കാരണം അവരുമായിട്ട് ഒരുമിച്ച് ജീവിച്ചാൽ കൊള്ളാം എന്ന് തോന്നും, ഇല്ലേ? അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എന്താ? അധികം നമ്മളവരുടെ പിന്നാലെ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയിട്ട് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കും. ഒരു പക്ഷേ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. നമ്മൾ അവരുടെ പിന്നാലെ നടക്കുമ്പോൾ അവരുടെ മുന്നിൽ നടക്കാൻ വേറെ ആളുണ്ടാവും, ഒപ്പം നടക്കാനും ഉണ്ടാവും ആൾ. നമ്മൾ ബാക്കിലായിപ്പോവും. അപ്പോൾ നമുക്ക് ആ വ്യക്തി അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അവരെ നമ്മളിലേക്ക് ഇങ്ങോട്ട് ആകർഷിച്ചെടുക്കാൻ എന്ത് ചെയ്യും? അങ്ങനെ ആകർഷിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും അത് പറ്റും. അതിനുള്ള 2 വഴികളാണ് ഇപ്പോൾ ഇന്ന് പറയുന്നത്. അതിൽ ഒന്ന്, അവരുപയോഗിച്ച ഈ വസ്ത്രത്തിൻ്റെ ഒരു ചെറിയൊരു പീസ് കിട്ടണം. അതല്ലെങ്കിൽ അവരുപയോഗിച്ച മറ്റെന്തെങ്കിലും സാധനങ്ങളായാലും മതി. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ പറയാം. കാരണം എന്താ വെച്ചാൽ രണ്ടും വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതിന് ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ അതുകൊണ്ട് അത് അടുത്ത വീഡിയോ പറയാം. ഇപ്പോൾ ഇന്ന് ഇതിൽ പറയാൻ പോകുന്നത് നമുക്കെങ്ങനെ ഇപ്പം അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണെങ്കിൽ നമുക്കെങ്ങനെ അവരെ ആകർഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവരോട് തോന്നുന്ന സ്നേഹം ആദ്യം നമ്മളിൽ തന്നെ നല്ല സ്നേഹം നമുക്ക് നമ്മളോട് തന്നെ വേണം. എങ്കിലത് ആകർഷിക്കാൻ പറ്റും. അതല്ലാതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പിന്നാലെ ഒത്തിരി കുറേ നടന്ന് ബുദ്ധിമുട്ടി ചിലപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യം സാധിച്ചെന്ന് വരും, ചിലപ്പോൾ അത് സാധിച്ചില്ല എന്ന് വരും. അതിപ്പോൾ ഒരു മല കയറുന്ന പോലെ. മലയിലേക്ക് ഇപ്പോൾ നമ്മൾ നടന്ന് കയറുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി മലയുടെ ഏറ്റവും മുകളിൽ എത്തണമെന്നുണ്ടെങ്കിൽ കുറേ കഷ്ടപ്പെടണം. അതേസമയം നമ്മളൊരു ഹെലികോപ്റ്ററോ മറ്റെന്തെങ്കിലുമായി എളുപ്പവഴിയിലൂടെ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കും. രണ്ടും മലയുടെ മുകളിലെത്തി. പക്ഷെ ഒന്ന് എളുപ്പത്തിലെത്തി, ഒന്ന് വളരെ ബുദ്ധിമുട്ടി എത്തി. ഇതാണ് മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനും മനസ്സിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞാലുള്ള വ്യത്യാസം. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും ജീവിതത്തിൽ പലതും സംഭവിക്കും, തിരിച്ചറിഞ്ഞാലും പലതും സംഭവിക്കും. പക്ഷെ തിരിച്ചറിഞ്ഞാൽ ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. അതിപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും, ഇനി വീട്ടിലുള്ള കുടുംബ പ്രശ്നം, ജോലി പ്രശ്നം, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, എന്തായാലും നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാൻ പറ്റും. അതിന് നമ്മൾ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളും വരും. അതിനാദ്യം മനസ്സിന് നമ്മൾ നേരെ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യാൻ പഠിക്കണം. അതിന് ചെയ്യേണ്ടത് 21 ദിവസം നമ്മളതിന് വേണ്ടി സമയം കണ്ടെത്തിയേ പറ്റൂ, എങ്കിലേ അത് മുന്നോട്ട് പോകും. 21 ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 15 മിനിറ്റ് നമ്മളതിന് വേണ്ടിയിട്ട്, 15 20 അരമണിക്കൂറിൽ കൂടണമെന്നില്ല, അത്രയും സമയത്തിൻ്റെ ഉള്ളിൽ മാക്സിമം ഒരു ഒരു അരമണിക്കൂർ വരെ, ഒരു 15 മിനിറ്റ് ചുരുങ്ങിയത് അത്രയും ചെയ്യണം. നമ്മൾ ഇരുന്നിട്ട് കണ്ണടച്ചിരുന്ന് ശ്വാസം ഒരു 5-6 പ്രാവശ്യം നമ്മൾ ശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം നമുക്ക് ആഗ്രഹമുള്ള ആ വ്യക്തിയെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കരുതി ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹവുമായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ഇരിക്കുന്നതും നടക്കുന്നതും അവരുമായിട്ട് വളരെ അടുത്ത സൗഹൃദത്തിലാണ് എന്നുള്ളതും ഒക്കെ നമ്മൾ കാണണം. എല്ലാം നമ്മൾ ഒരേപോലൊരു സിനിമ കാണും പോലെ ഇരുന്ന് കണ്ട് അവരോട് സംസാരിക്കുന്നത്, അവരുമായി ഭക്ഷണം കഴിക്കുന്നത്, പുറത്ത് പോകുന്നത്, ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്, ഒരുമിച്ച് ജീവിക്കുന്നത്, എല്ലാം ഒരേപോലൊരു സിനിമ പോലെ ഇങ്ങനെ ഇരുന്ന് കാണണം. അത് ക്ലിയർ ആയിരിക്കണം. പിന്നെ അവരെ കാണുന്ന വഴികളിൽ നമ്മൾ അവരോട് സംസാരിക്കുന്ന, അവരെ കാണാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ അവരുമായി സംസാരിക്കുന്നതും നല്ല രീതിയിൽ ഇടപഴകുന്നതുമായിട്ടൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ, ഇത് കൃത്യമായി ചെയ്താൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ചെയ്ത വിഷ്വലൊക്കെ പുറമെ നമുക്ക് യാഥാർത്ഥ്യമാവുന്നത് കാണാൻ പറ്റും. നമ്മൾ അവരോട് പല അവരെ കാണാറുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് സംസാരിക്കുന്നത് നമ്മൾ വിഷ്വൽ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ അവരോട് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി വരും.
അത് കറക്റ്റായിട്ട് അതേപോലെ സാഹചര്യങ്ങൾ ഉണ്ടായി വരും. നമ്മൾ അവരോട് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ മനസ്സിലൊരു 21 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിയലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ 21 ദിവസം കഴിയുന്തോറും അവർ നമ്മളോട് പതുക്കെ പല സാഹചര്യങ്ങളിലൂടെ അതിനു വേണ്ട പല അവസരങ്ങളും നമ്മുടെ മുന്നിൽ വരും. അവരുമായിട്ട് അടുക്കാനുള്ള പല സാധ്യതകളും അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വരും. ആ അവസരങ്ങളിലൂടെ നമ്മൾ അവരുമായിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങും തോറും നമ്മൾ ഇത് ചെയ്യുന്നത് നിർത്തരുത്. നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോവുക. കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോൾ ആ ബന്ധം കൂടുതൽ ശക്തമാകുമ്പോൾ പിന്നെ വിട്ടുപിരിയാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോഴാണ് പിന്നെ നമുക്കിതിനെക്കുറിച്ചിട്ടുള്ള ഇതില്ലെങ്കിലും കുഴപ്പമില്ല, പൂർണ്ണമായി നമ്മളുടെ ആഗ്രഹം കറക്റ്റായി ക്ലിയറായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അത് ഒഴിവാക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളിത് തുടർന്നുകൊണ്ട് പോകണം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ളവരെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അത് കറക്റ്റായിട്ടും സംഭവിക്കുന്ന കാര്യമാണ്. അത് ചുമ്മാ വെറുതെ പറയുന്നതൊന്നല്ല, കറക്റ്റായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് ആഗ്രഹിക്കുന്നവരെല്ലാം അത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 21 ദിവസം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ടേ പറ്റൂ. അതിനുവേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തിയേ പറ്റൂ, അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. ഈ പ്രാക്ടീസ് തുടർന്ന് കൊണ്ടുപോവുക. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട്, എങ്ങനെ ചെയ്യണം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാനത് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരുമെന്ന് മാത്രമല്ല, ആ ഉദ്ദേശിച്ച കാര്യം സാധിക്കുന്നത് വരെ കൂടെ നിന്നിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ ക്ലിയറായിട്ട് ഞാൻ മുന്നോട്ട് പോകാനുള്ള വഴികൾ പറഞ്ഞു തരും. കൃത്യമായിട്ട് അത് നടക്കുകയും ചെയ്യും. അതിലൊരു സംശയവും വേണ്ട. നമ്മൾ മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളതിന് ഇറങ്ങി പുറപ്പെടണം. നമ്മൾ വിശ്വസിക്കണം നമുക്കത് സാധിക്കും, അല്ലെങ്കിൽ നമുക്കത് കിട്ടാൻ അർഹതയുണ്ട്. നമ്മൾ വിചാരിച്ച ആ വ്യക്തി അല്ലെങ്കിൽ വിചാരിച്ച കാര്യം നമുക്ക് അർഹതയുള്ളതാണ്. അത് നമുക്ക് കിട്ടാൻ യാതൊരുവിധ തടസ്സങ്ങളുമില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം വേണം. മനസ്സിൻ്റെ വിശ്വാസമാണ് ഇതിൻ്റെ മെയിൻ കാര്യം. നമുക്കൊരു ലിമിറ്റഡ് ബിലീവ് സിസ്റ്റം ആണ് ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഉള്ളത്. ആ ലിമിറ്റഡിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പറഞ്ഞതല്ല, അല്ലെങ്കിൽ അവർ കുറേ വലിയവരാണ്, അല്ലെങ്കിൽ ഇവർ കുറേ താഴ്ന്നവർ, അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതി അതാണ് ബിലീവ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളൊരു വിശ്വസിച്ച് വെച്ചിരിക്കുന്നൊരു സാഹചര്യം. ആ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മറികടക്കണം. അങ്ങനൊരു വിശ്വാസമില്ല. ആർക്കും എന്തും സാധിക്കും എന്നുള്ള ഒരു വിശ്വാസമേ പാടൂ. അല്ലാതെ എനിക്കത് ഇത്രേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പറ്റില്ല, എനിക്കതിനുള്ള, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് അത്രയ്ക്കുള്ള ഒരു ഇതില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കതില്ല, അല്ലെങ്കിൽ എനിക്കതില്ല, അങ്ങനെ ചിന്തിക്കരുത്. എല്ലാവർക്കും എല്ലാം ഉണ്ട്. നമ്മളുടെ ബിലീവ് സിസ്റ്റം മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നത്. അത് മാറ്റിയെടുക്കാൻ നമുക്ക് ഈ മെഡിറ്റേഷനിലൂടെ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോകും. എല്ലാ ഇതും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമ്മളിലേക്ക് തുടർന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും നാളും ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയിരുന്നതൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന കാണുമ്പോൾ ആർക്കായാലും അത് വലിയൊരു അത്ഭുതമായിട്ടൊരു മാജിക്കായിട്ട് തോന്നും. പിന്നെ ഒരിക്കൽ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ദിവസം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളും അതിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യത കുറവാണ്. കാരണം അതിൻ്റെ ആ ഒരു അനുഭൂതി, അതിൻ്റെ ആ ഒരു അവസ്ഥ, അത് ഒരിക്കൽ അറിഞ്ഞവർക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവും. അത്രയും ഒരു വളരെ ഹാപ്പി ആയൊരു, എന്താ പറയുക, ജീവിതത്തിൽ അത്രയും ഹാപ്പിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നൊരു മെഡിറ്റേഷനാണ് പൊതുവെ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഇതിന് വേണ്ടി മാത്രമല്ല, മറ്റ് എന്ത് കാര്യം നേടാനും നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. ഇനി ബാക്കിയുള്ള ഒരു വിഷയത്തെ കൂടി കുറിച്ച് പറയാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നതാണ്. എല്ലാവർക്കും നന്ദി.